ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലടാ. നമ്മുടെ ഓണപ്പരീക്ഷ ഇങ്ങ് എത്തിയിരിക്കുവാണ്. ഒരൊറ്റ ചോദ്യത്തിലൂടെ എങ്ങനെ വിലപ്പെട്ട 5 മാർക്കുകൾ ഉറപ്പിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടിപൊളിയായി തന്നെ നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നു മക്കളെ. നിങ്ങളുടെ ചോദ്യ പേപ്പറിനകത്ത്, ഓണപ്പരീക്ഷയുടെ ചോദ്യ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഇവനെ ഇതുപോലെ തന്നെ കാണാൻ സാധിക്കും മക്കളെ. സോ ചിത്രം ഒന്ന് പ്രോപ്പറായി തന്നെ നോക്കിക്കോ. ഇത് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ABC എന്ന് പറയുന്ന പാർട്ടുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലോട്ട് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ചിത്രം തറോ ആയി തന്നെ എൻ്റെ എല്ലാ മക്കളും പ്രോപ്പറായി മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, 5 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മക്കളെ. ABCDE 5 സബ് പാർട്ടുകൾ അടങ്ങുന്ന ചോദ്യങ്ങളാണ്. സോ ആദ്യത്തെ ചോദ്യം വായിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റർ ഈസ് ദിസ്? ഇത് ഏത് തരം ജനറേറ്റർ ആണ് മക്കളെ? എല്ലാവർക്കും സ്വന്തമായി തന്നെ ഉത്തരം എഴുതാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഏത് തരം ജനറേറ്റർ ആണ് മക്കളെ? ഉറപ്പിച്ചോ മക്കളെ, ഇത് AC ജനറേറ്റർ ആണ്, ഒരു സംശയവുമില്ല. ഇത് AC ജനറേറ്റർ ആണ്, നിങ്ങൾ പഠിച്ചതുമാണ്. റൈറ്റ്, ഓക്കെ. അടുത്തത്, നെയിം ദ പാർട്സ് ABC എന്ന് പറയുന്ന പാർട്ടുകൾ പേര് നൽകുക. എ എന്താണ് മക്കളെ? എ എന്ന് പറഞ്ഞാൽ ബ്രഷസ് ആണ്, സംശയമില്ല. സി എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ആണ്. അടുത്ത ബി എന്ന് പറഞ്ഞ എന്താണ്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബിക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ബി എന്താണ് മക്കളെ? AC ജനറേറ്ററിൽ ബി എന്താണ്? യെസ്, അത് സ്ലിപ്പ് റിംഗ് ആണ്. കാരണം എന്താണ്? DC-യിൽ അത് മാറ്റമുണ്ട്. അതിനാലാണ് ഞാൻ എടുത്തു പറയുന്നത്. AC ജനറേറ്ററിൽ ഈ റിംഗിന്റെ പേരെന്താണ് മക്കളെ? സ്ലിപ്പ് റിംഗ് ആണ്. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ജനറേറ്റർ? എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണമാണ് ഈ പറയുന്ന ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. AC ആണെങ്കിലും DC ആണെങ്കിലും അത് തന്നെയാണ്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. ക്ലിയർ അല്ലേ? അടുത്തത്, വാട്ട് ഈസ് ദ ചേഞ്ചസ് ടു ബി മെയ്ഡ് ഈസ് ടു കൺവേർട്ട് ദിസ് ഡിവൈസ് ഇൻ ടു DC ജനറേറ്റർ? ഈ പറയുന്ന AC ജനറേറ്ററിനെ DC ജനറേറ്റർ ആക്കി മാറ്റണമെങ്കിൽ ഇതിനകത്ത് എന്തു മാറ്റമാണ് വരുത്തേണ്ടത്? പറയണം മക്കളെ, എന്തു മാറ്റമാണ് വരുത്തേണ്ടത്? വളരെ നിസ്സാരമായ മാറ്റമാണ്. സ്ലിപ്പ് റിംഗിനു പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്യണം. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. വി ഹാവ് ടു ചേഞ്ച് ദ സ്ലിപ്പ് റിംഗ് ഇൻ ടു സ്പ്ലിറ്റ് റിംഗ്. അത്രയേ ഉള്ളൂ. മലയാളത്തിൽ പറയുവാണെങ്കിൽ സ്ലിപ്പ് റിംഗിനു പകരം സ്പ്ലിറ്റ് റിംഗ് വേണം ഉപയോഗിക്കാൻ. എങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? DC ആയിട്ട് മാറും. ക്ലിയർ അല്ലടാ? റൈറ്റ്. അടുത്തത്, ഡ്രോ ദ ഔട്ട്പുട്ട് ഗ്രാഫ് ഓഫ് ദി ഡിവൈസ്. ഈ പറയുന്ന ഡിവൈസിന്റെ AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചതാണ്. AC ആണെങ്കിൽ നാഗവല്ലിയാണ്. ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ആണ്. ഇവിടെ ടൈം ആണ്, ഇവിടെ EMF ആണ്. ക്ലിഞ്ചനായി തന്നെ മനസ്സിലായില്ല മക്കളെ? ക്ലിഞ്ചനായി തന്നെ 5 മാർക്ക് നമ്മൾ ചുരുങ്ങിയ സമയത്തിനകത്ത് ഉറപ്പിച്ചിടാ മക്കളെ. നിങ്ങളുടെ ഓണപ്പരീക്ഷയിൽ ഇതുപോലൊരു ചോദ്യം നിർബന്ധമായും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഉറപ്പിച്ചോ മക്കളെ? 5 മാർക്ക് ചുരുങ്ങിയ സമയത്തിൽ ക്ലിഞ്ചനായി നമ്മൾ പഠിച്ചെടുത്തു. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. ഇതുപോലുള്ള ഷോർട്ട് ടൈമിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഓരോരുത്തരും കമന്റ് ബോക്സിനകത്ത് ഈ വീഡിയോന്റെ അഭിപ്രായവും ഇനി വീഡിയോ വേണോ വേണ്ടോ എന്നുള്ള കാര്യവും ഉറപ്പായും കമന്റ് ബോക്സിൽ ഇടണം മക്കളെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കും. നിങ്ങളുടെ കമന്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സോ നമുക്ക് കാണാം മക്കളെ.